48ാമത് വയലാർ രാമവർമ്മ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അശോകൻ ചെരുവിൽ. കേരളത്തിലെ നവോത്ഥാന കാലത്ത് സാമൂഹിക മുന്നേറ്റത്തിൽ നിലനിന്നിരുന്ന ചില ജാതി മേധാവിത്വവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സാമൂഹിക ഇടപെടലുമൊക്കെ വരച്ചുകാട്ടുന്നതാണ് കാട്ടൂർക്കടവ് എന്ന തന്റെ നോവലെന്ന് അശോകൻ ചെരുവിൽ പറഞ്ഞു. കാട്ടൂർക്കടവ് ഞങ്ങളുടെ കേരളീയ നവോത്ഥാനത്തെ തുടർന്നിട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള സാമൂഹ്യ മുന്നേറ്റം തീർച്ചയായിട്ടും വലിയ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ അകത്തുള്ള ചില വൈരുദ്ധ്യങ്ങളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ്, പിന്നെ കേരളീയ നവോത്ഥാനത്തിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇടപെടൽ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ നോവലിൽ വരുന്നുണ്ട്. തന്റെ ജീവിതവും ചുറ്റുപാടും നാടുമൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്ന നോവലാണ് കാട്ടൂർക്കടവെന്ന് അശോകൻ ചെരുവിൽ പറയുന്നു. കേരളത്തിലെ നവോത്ഥാന കാലഘട്ടത്തിൽ സാമൂഹിക മുന്നേറ്റമുണ്ടായെങ്കിലും അന്ന് നിലനിന്നിരുന്ന ജാതി മേധാവിത്വത്തിന്റെ ചില വരച്ചുകാട്ടലുകളും തന്റെ നോവലിലുണ്ടെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ ജീവിതം, എൻ്റെ നാട്, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, അതൊക്കെ വളരെ ശക്തമായി വന്നിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ കുറേ ആളുകൾ വായിച്ചു. വളരെ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യ നിരൂപകന്മാരും ഒക്കെ തന്നെ ഈ കൃതിയെക്കുറിച്ച് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചേരാനായിട്ട് ഈ അവാർഡ് സഹായകമാവും എന്ന ഒരു പ്രതീക്ഷയോടുകൂടിയുള്ള സന്തോഷം എനിക്കുണ്ട്. കാട്ടൂർക്കടവ് കൂടുതൽ വായനക്കാരിലേക്ക് എത്തുന്നതിന് വയലാർ പുരസ്കാരം ഒരു കാരണമാകുമെന്നും അശോകൻ ചെരുവിൽ അഭിപ്രായപ്പെട്ടു. കൈരളി ന്യൂസ്, തൃശൂർ.